കേരള PSCയുടെ 10th ലെവൽ എക്സാമുകൾ, അതിൽ ഇന്ത്യ ചരിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഇന്ത്യ ചരിത്രം പഠിക്കുമ്പോൾ നിങ്ങൾ 3 ഭാഗമായിട്ട് ഇന്ത്യ ചരിത്രത്തെ കാണും. ഒന്ന് 1857 മുമ്പ്, അതായത് യൂറോപ്യന്മാരുടെ ആഗമനമുണ്ട്. 1757 മുതൽ 1857 വരെ എങ്ങനെയാണ് ബ്രിട്ടന്റെ സാമ്രാജ്യം ഇന്ത്യയിൽ വ്യാപിച്ചത്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചിലപ്പോൾ വിജയനഗര സാമ്രാജ്യം, വളരെ കുറച്ച് ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ, ആ ചോദ്യങ്ങളോട് അനുബന്ധപ്പെട്ട വസ്തുതകൾ, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനോട് ബന്ധപ്പെട്ട വസ്തുതകൾ, അത് സിലബസിൽ ഇല്ലെങ്കിലും ചോദിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ മുഗൾ സാമ്രാജ്യം, വളരെ കുറഞ്ഞ ചോദ്യങ്ങൾ അതിനോട് അനുബന്ധമായ വസ്തുതകൾ. അതുപോലെ തന്നെ കർണാട്ടിക് യുദ്ധങ്ങൾ, അതൊക്കെ പിന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ വ്യാപനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ഭാഗം. അതിൽ നിന്ന് വളരെ കുറഞ്ഞ ചോദ്യങ്ങളാണ് PSC പരീക്ഷകളിൽ വരാറുണ്ട്. അത് പഠിച്ചു പോകണം, പക്ഷെ വളരെ കുറഞ്ഞ ഭാഗമാണ്, അത്രയേ പഠിക്കേണ്ടതുള്ളൂ. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം തൊട്ട് 1947 ആഗസ്റ്റ് 15 വരെയുള്ള കാലഘട്ടമാണ്. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ച, ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അത് കഴിഞ്ഞ് എങ്ങനെയാണ് ദേശീയത വളരുന്നത്, അപ്പൊ ചോർച്ചാ സിദ്ധാന്തം, അത് കഴിഞ്ഞാൽ പിന്നീട് 1905 ബംഗാൾ വിഭജനം, സ്വദേശി പ്രസ്ഥാനം, അങ്ങനെ പോയി ക്വിറ്റ് ഇന്ത്യ സമരം, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരണം വരെയുള്ള കാര്യങ്ങളാണ് ആ ഭാഗത്ത് വരിക. മറ്റൊന്ന് ഏതാണെന്ന് അറിയാമോ? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയാണ്. അതിൽ നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്, മോശമല്ലാത്ത രീതിയിൽ ചോദ്യങ്ങൾ വരാറുണ്ട്. ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ അധിക ചോദ്യങ്ങളും 10ാം ക്ലാസ്സിലെ ഒരു പാഠത്തിൽ നിന്ന്. 10ാം ക്ലാസ്സിലെ അധ്യായം 7 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ മുഴുവൻ ക്ലാസ്സും കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, ഇപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിന്ന് അധ്യായം 7 നിന്നുള്ള ക്ലാസ് ആണ്, മുഴുവൻ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ഇത് ഈ വരാൻ പോകുന്ന 10th പ്രിലിംസ് എക്സാമിനും ഇനി വരുന്ന പ്രിലിംസ് ആൻഡ് മെയിൻസ് 10th ലെവൽ എക്സാമുകൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠം. വിധിയുടെ ചക്രങ്ങൾ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കുവാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കും. ഏതു രൂപത്തിലുള്ള ഇന്ത്യയെയാകും അവർ ഇവിടെ ഉപേക്ഷിച്ചു പോവുക? രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ കാര്യമാണ്. 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം തന്ന് ബ്രിട്ടൻ ഇന്ത്യ വിട്ടുപോകുമ്പോൾ ഇന്ത്യ ഒരു ചളിക്കുണ്ടിലാണ്. ഇന്ത്യയെ അത്ര പരമദരിദ്രമാക്കിയാണ് ബ്രിട്ടൻ ഉപേക്ഷിച്ചു പോകുന്നത്. അപ്പോൾ ബ്രിട്ടൻ ഒരു നാൾ ഇന്ത്യ ഉപേക്ഷിക്കേണ്ടി വരും. എങ്ങനെയുള്ള ഇന്ത്യയായിരിക്കും അവർ ഉപേക്ഷിച്ചു പോവുക? ടാഗോർ പറഞ്ഞു. ആ ചോദ്യത്തിന് ഉത്തരം നമുക്കറിയാമല്ലോ. അത് പക്ഷേ SCERT ടെക്സ്റ്റ് ബുക്കിൽ എന്തു വന്നിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ വചനമായിട്ട് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ PSC പരീക്ഷയ്ക്ക് പ്രത്യക്ഷപ്പെടാറുണ്ട്. ഇത് പറഞ്ഞതാര്? ഓർക്കുക, രവീന്ദ്രനാഥ ടാഗോർ. ഇങ്ങനെ ആളുകൾ പറഞ്ഞ കാര്യം, ബോക്സിലുള്ള കാര്യം, ഇതൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിടേണ്ടി വന്ന പ്രധാന വെല്ലുവിളികൾ ഏതാണെന്നാണ് പുസ്തകം പറയുന്നത്? ഒന്ന് അഭയാർത്ഥി പ്രവാഹമാണ്. മറ്റൊന്ന് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിനുള്ള സംയോജനമാണ്. അതായത് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നിങ്ങൾക്കറിയാം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് വേണമെങ്കിൽ പാകിസ്ഥാനിൽ ചേരാം, മറ്റു പ്രദേശങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കാം, നാട്ടുരാജ്യങ്ങൾക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. ഇന്ത്യയിൽ വലിയ വർഗീയ ലഹള നടക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ വർഗീയ ലഹളയുടെ ഭാഗമായി വളരെ വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹം ഇന്ത്യയിലേക്ക് ഉണ്ടായി. ഇതൊന്ന് പരിഹരിക്കണം. മാത്രമല്ല, സ്വതന്ത്രമായി നിൽക്കുന്ന ഒട്ടനവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കണം. ഇത് രണ്ടുമാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ അടിയന്തരമായി നേരിട്ട പ്രശ്നങ്ങൾ. ഇന്ത്യ വിഭജനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സിനിമകളുണ്ടായി. വിഭജനത്തെ സംഭവങ്ങളെ നിർമ്മിക്കപ്പെട്ടുള്ള സിനിമകൾ ഇന്നേ വരെ ഒരു പ്രിലിംസ് മെയിൻസ് പരീക്ഷകളിൽ അധികം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ പുതിയ ചോദ്യമായിട്ട് ഈ ഭാഗത്ത് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ട്രെയിൻ ടു പാകിസ്ഥാൻ പുസ്തകത്തിലുള്ളതാണ് പമേല റൂക്സ്, തമസ് ഗോവിന്ദ് നിഹലാനി, ഗരം ഹവ MS സത്യു, മേഘ ധാക്കധാര ഋത്തിക് ഘട്ടൻ. ഓർത്തു വെച്ചോളൂ കേട്ടോ. ഏതൊക്കെയാ? ട്രെയിൻ ടു പാകിസ്ഥാൻ, പമേല റൂക്സ്, തമസ് ഗോവിന്ദ് നിഹലാനി, ഗരം ഹവ MS സത്യു, മേഘ ധാക്കധാര ഋത്തിക് ഘട്ടൻ. ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചതാര്? ഇന്ത്യ വിൻസ് ഫ്രീഡം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതും പുസ്തകത്തിൽ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കേണ്ട 2 പുസ്തകങ്ങളാണ് ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ഡൊമിനിക് ലാംബിയറും ലാരി കോളിൻസും. ഇതിലൊരാൾ അടുത്ത് മരിച്ചു, അതുകൊണ്ട് തന്നെ ഈ ചോദ്യം
പരീക്ഷയ്ക്ക് വീണ്ടും വരാം. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്, ഡൊമിനിക് ലാംബെയറും ലാരി കോളിൻസ്. അതുപോലെ തന്നെ നേരത്തെ ചോദിച്ച ചോദ്യം ഇന്ത്യ വിൻസ് ഫ്രീഡം, അബ്ദുൽ കലാം ആസാദ്. മറ്റു രണ്ട് പുസ്തകങ്ങളും വളരെ ടിറനി ഓഫ് പാട്രീഷ്യൻ, ഹിന്ദുസ് ഇൻ ബംഗ്ലാദേശ് ആൻഡ് മുസ്ലിംസ് ഇൻ ഇന്ത്യ. ആരാണ്? സിൻഹ എന്ന് ഓർത്തു വെച്ചാൽ മതി കേട്ടോ. കതിങ്ക സിൻഹ എന്ന് ഓർത്തു വെച്ചാൽ മതി. അതുപോലെ തന്നെ ഇംപീരിയൽ സ്ട്രാറ്റജി ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ, ഡോക്ടർ രാജ്കുമാർ. ഇംപീരിയൽ സ്ട്രാറ്റജി ആൻഡ് പാർട്ടീഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹള നടന്ന സ്ഥലങ്ങൾ ഓർത്തിരിക്കണം. കൽക്കത്ത, ഡൽഹി, നവഖാലി, ഈ പ്രദേശങ്ങളിലാണ് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് വർഗീയ ലഹള നടന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളയുടെ അനന്തരഫലമായിരുന്നു ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വം ഇന്ത്യ വിഭജന ശേഷം നടന്ന വർഗീയ ലഹളയുടെ അനന്തരഫലമായിരുന്നു. ഗാന്ധിജി രക്തസാക്ഷിത്വം വഹിച്ച തീയതി 1948 ജനുവരി 30 ഡൽഹിയിലാണ്, പ്രാർത്ഥനാ യോഗത്തിൽ വെച്ചാണ്. 1948 ജനുവരി 30 ഡൽഹിയിലാണ്. ഗാന്ധിജിയുടെ ഘാതകൻ നിങ്ങൾക്കറിയാം, നാഥുറാം വിനായക് ഗോഡ്സെ ആണ്. ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകൾ ആ പുസ്തകത്തിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇത് ഗാന്ധിയുടെ എന്തിനെക്കുറിച്ച്? ഗാന്ധിയുടെ ജീവിതത്തെക്കുറിച്ച്, ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞ വാക്കുകളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ നാട്ടുരാജ സംയോജന പ്രക്രിയയിൽ പങ്കുവഹിച്ച വ്യക്തികളെ ഗ്രൂപ്പിൽ നിന്ന് ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഞാൻ പറഞ്ഞു ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കാരണം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് പാകിസ്ഥാനിൽ ചേരാം, അതുപോലെ തന്നെ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിലും ചേരാം. നാട്ടുരാജ്യങ്ങൾക്കാകട്ടെ അവർക്ക് വേണമെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാം. അങ്ങനെ അനവധി നാട്ടുരാജ്യങ്ങൾ ഇന്ത്യയിൽ സ്വതന്ത്രമായി നിന്നാൽ എന്താവും സ്ഥിതി? ഇന്ത്യ വല്ല ഓട്ടയുമുള്ള തുണി പോലെയായി മാറില്ലേ? അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്നതിന് പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ആളാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതലയുണ്ടായിരുന്ന സർദാർ വല്ലഭായ് പട്ടേൽ. ആ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചിരുന്നത് ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി തന്നെയായിരുന്ന മലയാളിയായിരുന്ന വി പി മേനോനാണ്, വാപ്പാലപ്പൻകുണ്ണി മേനോൻ. ഇപ്പം രണ്ടുപേരുമാണ്, വി പി മേനോനും സർദാർ വല്ലഭായ് പട്ടേലുമാണ്. അപ്പം അവിടെ വരിക 1ഉം 3ഉമാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം. സ്വതന്ത്ര അനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നുള്ളത്, സംയോജിപ്പിക്കുക എന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. കേന്ദ്രമന്ത്രിസഭയിലെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി, സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ചുമതല അന്നത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനാണ്. ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി മലയാളിയായ വി പി മേനോനാണ്. അപ്പൊ സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനുമാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് ആക്സഷൻ അഥവാ ലയനക്കരാർ തയ്യാറാക്കിയ വ്യക്തികൾ. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കാനുള്ള ലയനക്കരാർ തയ്യാറാക്കിയ വ്യക്തികൾ ഓർത്തു വെച്ചോളൂ, സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും. ലയനക്കരാർ അനുസരിച്ച് ഏതെല്ലാം മേഖലകളാണ് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യക്ക് വിട്ടുതരേണ്ടത്? ഒന്ന് പ്രതിരോധമാണ്, അല്ലേ? പ്രതിരോധം നമുക്ക് വിട്ടുതരണം. മറ്റൊന്ന് വിദേശകാര്യമാണ്, വാർത്താവിനിമയമാണ്. ഇതിൻ്റെ നിയന്ത്രണമാണ് പ്രതിരോധം, വാർത്താവിനിമയം, വിദേശകാര്യം. ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ചില നാട്ടുരാജ്യങ്ങൾ വിസമ്മതിച്ചു. അതേതെല്ലാമായിരുന്നു? ഹൈദരാബാദ് ഉണ്ട്, കാശ്മീർ ഉണ്ട്, ജുനഗഡ് ഉണ്ട്. ഈ 3 നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പക്ഷെ പിന്നീട് അവരെ ചേർക്കുന്നുണ്ട്, ഹൈദരാബാദിനെയും കാശ്മീരിനെയും ജുനഗഡിനെയും. ഹൈദരാബാദിനെ ചേർക്കാൻ നടത്തിയ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ പോളോ. ഓർത്തു വെച്ചോളുണ്ടു, ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയതിൽ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചു. ആ പേരിലാണ് സർദാർ വല്ലഭായ് പട്ടേലിന് ഉരുക്കു മനുഷ്യൻ എന്ന പേര് വരുന്നത്. അപ്പോൾ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരാണ്? അത് വാപ്പാല പങ്കുണ്ണി മേനോനാണ്. 1894 പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം.
അദ്ദേഹത്തിൻ്റെ വർഷം 1894 ഈ വർഷങ്ങളൊക്കെ അധികം ചോദിക്കുക SCERT ബുക്കുന്ന ജനിച്ച വർഷങ്ങൾ. പാലക്കാട് ജില്ലയിലാണ്, ഒറ്റപ്പാലത്താണ്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം VP മേനോൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുവാൻ പ്രധാന പങ്കുവഹിച്ചു. 1952 ഒഡീഷയുടെ ഗവർണർ ആയി ചുമതലയേറ്റു. അപ്പോൾ പാപ്പാല പങ്കുണ്ണി മേനോനെ ഓർക്കുമ്പോൾ 1894 പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനനം, സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പ്രധാന പങ്കുവഹിച്ചു. 1952 ഒഡീഷയുടെ ഗവർണറായി ചുമതലയേറ്റു. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സുമാണ്. രണ്ട് പ്രധാന കൃതികൾ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യയും ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സുമാണ്. സ്വാതന്ത്ര്യ ലബ്ധിക്കു ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഓപ്പറേഷൻ വിജയ് ആണ്. നമ്മൾ പറയാൻ പോകുന്നുണ്ട് 1954 ഫ്രാൻസ് ഇന്ത്യ വിട്ടു പോകുന്നത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും ഫ്രാൻസും പോർച്ചുഗീസും ഇന്ത്യ വിട്ടു പോയിട്ടില്ല. ഫ്രാൻസ് വിട്ടുപോകുന്നത് 1947 7 കൊല്ലം കൂട്ടിയ 1954 1954 7 വർഷം കൂട്ടി 1961 പോർച്ചുഗൽ ഇന്ത്യ വിട്ടുപോകുന്നത്. രണ്ടും ഓർക്കണം. അപ്പോൾ ഇന്ത്യയിൽ ആദ്യം എത്തിയ വിദേശ ശക്തിയും യൂറോപ്യൻ ശക്തിയും പോർച്ചുഗലാണ്. അവസാനം വിട്ടുപോയവരും ആരാണ്? പോർച്ചുഗലാണ്. ഏതെല്ലാം നാട്ടുരാജ്യങ്ങളാണ്? ഗോവ, ദാമൻ, ദിയു. ഇത് പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലാണ് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും. അത് 1961 അതിൽ ഗോവയിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ വിജയ്. ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മാഹി, പോണ്ടിച്ചേരി, യാനം, കാരക്കൽ. ഇത് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളാണ്. അത് 1954 അവിടുത്തെ ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് ഫ്രാൻസിന് വിട്ടുപോകേണ്ടി വന്നു. കേരളത്തിൽ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴി, മാഹി വിമോചനത്തിന് നേതൃത്വം നൽകിയ സംഘടന ഏതാണ്? മയ്യഴി മഹാജനസഭ. കേരളത്തിലെ ഫ്രഞ്ച് അധീന പ്രദേശമായിരുന്ന മയ്യഴിയിൽ ജനകീയ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മയ്യഴി മഹാജനസഭ. അതിൻ്റെ നേതാവ് ആരായിരുന്നു? IK കുമാരൻ മാസ്റ്റർ, മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന വ്യക്തി. ജനകീയ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ ഫ്രാൻസും സൈനിക നടപടിയിലൂടെ പോർച്ചുഗീസും, അതാണ് ഓപ്പറേഷൻ വിജയ്. 1954 ഫ്രാൻസും 1961 സൈനിക നടപടിയിലൂടെ പോർച്ചുഗലും തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ തിരിച്ചു നൽകി. 1961 ഇന്ത്യയുടെ സംയോജനം പൂർത്തിയായി. ഇപ്പോൾ ഫ്രാൻസിൻ്റെ കയ്യിലുണ്ടായിരുന്നത് പോണ്ടിച്ചേരിയും മാഹിയും കാരക്കലും യാനവുമാണ്. 1954 പോർച്ചുഗലിൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഗോവയും ദാമൻ ദിയുമാണ്. 1961 അത് നൽകുന്നത്. ഇതെല്ലാം ചോദ്യങ്ങളായി വന്നിട്ടുണ്ട്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി നിങ്ങൾക്കറിയാലോ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനാണ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുകയും 1946 ഡിസംബർ 9 ചേർന്ന ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ താൽക്കാലിക അധ്യക്ഷനായി സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ സച്ചിദാനന്ദ സിൻഹ അന്നത്തെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പങ്കെടുത്ത ഏറ്റവും മുതിർന്ന അംഗമാണ്. പിന്നീട് ഡിസംബർ 11 ചേരുന്ന യോഗത്തിൽ അതിനൊരു സ്ഥിരം അധ്യക്ഷൻ ഉണ്ടാകുന്നു. അതാണ് രാജേന്ദ്ര പ്രസാദ്, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഭരണഘടനാ രൂപീകരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ രൂപീകരണത്തിന് അടിത്തറയായതാണ് ഈ ഭരണഘടനാ രൂപീകരണം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലുള്ള ക്യാബിനറ്റ് മിഷൻ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന് തീരുമാനിച്ചു. അതും ചോദ്യം വരാറുണ്ട്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്നതിന് കാരണമായത് ക്യാബിനറ്റ് മിഷനാണ്. 1946 ഭരണഘടനാ നിർമ്മാണ സഭ രൂപവൽക്കരിക്കുന്നത്. അതിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പക്ഷേ ഡോക്ടർ BR അംബേദ്കറാണ്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. എന്നാൽ ഭരണഘടന എഴുതി തയ്യാറാക്കാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? BR അംബേദ്കറാണ്. അതുകൊണ്ട് തന്നെ ഭരണഘടനാ ശില്പി എന്നറിയപ്പെടുന്നതും BR അംബേദ്കറാണ്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്നത് 1950 ജനുവരി 26
1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആക്കുന്നു. ഇന്ത്യ റിപ്പബ്ലിക് ആയ തീയതി. എന്താ ഇന്ത്യ റിപ്പബ്ലിക് ആയ തീയതി എന്ന് പറയാനുള്ള കാരണം? റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഭരണത്തലവനായി തുടരുന്ന ഭരണ സംവിധാനത്തെയാണ്. ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഭരണത്തലവനായി തുടരുന്ന ഭരണ സംവിധാനത്തെയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. ഇന്ത്യ അതിൻ്റെ ഭരണഘടന 1950 ജനുവരി 26 അംഗീകരിക്കുന്നതോടെ, നിലവിൽ വരുന്നതോടെ ഇന്ത്യയുടെ ഭരണത്തലവൻ എന്തായി? രാഷ്ട്രപതിയായി. അത് തെരഞ്ഞെടുക്കപ്പെടുന്ന ആളാണ്. അതുകൊണ്ട് റിപ്പബ്ലിക്കായി. അതുകൊണ്ടാണ് നമ്മളതിനെ റിപ്പബ്ലിക് ഡേ എന്ന് പറയുന്നത്. ഇന്ത്യ റിപ്പബ്ലിക്കായ തീയതിയും അപ്പോൾ 1950 ജനുവരി 26 സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടനയുടെ സവിശേഷതകൾ ഏതെല്ലാമാണ്? അത് മതേതരത്വം, സോഷ്യലിസം രണ്ടുമുണ്ട്. മതേതരത്വമുണ്ട്, സോഷ്യലിസമുണ്ട്, ജനാധിപത്യം, ഓർക്കണം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. ഏതൊരു ആധുനിക ജനാധിപത്യ ഗവൺമെന്റിനും 3 ഘടകങ്ങൾ ഉണ്ടാവും. ഒന്ന്, നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റ്. മറ്റൊടത്തൊക്കെ രാജ്യഭരണങ്ങളല്ലേ. ഇത് ആധുനിക ജനാധിപത്യ സംവിധാനത്തിൽ നിയമനിർമ്മാണം നടത്തുന്ന പാർലമെന്റ്, ജനപ്രതിനിധി സഭ, അതുകൂടാതെ കാര്യനിർവഹണത്തിനായി ഒരു എക്സിക്യൂട്ടീവ്, കാര്യനിർവഹണ വിഭാഗം. മൂന്നാമത്തേത്, ഈ രണ്ടിൽ നിന്നും സ്വതന്ത്രമായ ഒരു സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ. അതുണ്ട് ഇവിടെ. സ്വതന്ത്ര തെരഞ്ഞെടുപ്പുണ്ട്, നിയമവാഴ്ച ഉണ്ട്, റൂൾ ഓഫ് ലോ ഉണ്ട്, മൗലികാവകാശങ്ങൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രത്യേകതകൾ: മതേതരത്വം, സോഷ്യലിസം, ജനാധിപത്യം, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ, സ്വതന്ത്ര തെരഞ്ഞെടുപ്പ്, നിയമവാഴ്ച, മൗലികാവകാശങ്ങൾ. മാത്രമല്ല ഫെഡറലിസം. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ബൈക്യാമറൽ ആയിട്ടുള്ള മണ്ഡലം, ദ്വിസഭകളാണ്. രാജ്യസഭയുണ്ട്, ലോക്സഭയുണ്ട്. പക്ഷെ ഇതെങ്കിലും ഇത് ആ പാഠവുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. മറ്റത് ഭരണഘടന പറയുമ്പോൾ നമ്മൾ പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ തെരഞ്ഞെടുപ്പ് നടന്ന വർഷം, ഇത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും. 1951 52 സ്വതന്ത്ര ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. പക്ഷെ ഇതിൽ 52 മാത്രമല്ലേ ഉള്ളൂ, 51 ഇല്ലല്ലോ. അതുകൊണ്ട് 52 എന്ന് എഴുതാം. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എപ്പോൾ മുതൽ എപ്പോൾ വരെയാണ്? ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്, ഓർത്തിരിക്കുക, ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 1 വരെയാണ് ഇന്ത്യയിൽ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓക്കെ. അപ്പം ഇനി നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ ക്ലാസ് തുടരുന്നു. കേട്ടിരിക്കുക. നമുക്ക് ചില പെയ്ഡ് കോഴ്സുകളുണ്ട്, അതിനെക്കുറിച്ച് കൂടി പറയാം. നോക്കൂ, 2025 സർക്കാർ ജോലി സാധ്യമാണ്. നേരത്തെ ഫ്രീ ക്ലാസ്സുകൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് സർക്കാർ ജോലി സാധ്യമാണ്. ഏതെല്ലാം കോഴ്സുകളാണവ? അല്ലെ, ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണ് വരുന്നത്? അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ബീവറേജസ് LDC, LGS വാരിയസ് കമ്പനി കോർപ്പറേഷൻ തുടങ്ങിയ വിവിധ തസ്തികകളിലേക്കായി 20,000-ലധികം വരുന്ന ഒഴിവുകളിലേക്കാണ് 2025 PSC നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മര്യാദയ്ക്കൊന്ന് പഠിച്ചാൽ ഇപ്രാവശ്യം തന്നെ നമുക്ക് സർക്കാർ ജോലി ഉറപ്പിക്കാം. ഇതിൻ്റെയൊക്കെ സിലബസ് ഏറെക്കുറെ സമാനമാണ്. ഇതിൻ്റെ ഫുൾ സിലബസും കവർ ചെയ്യുന്ന ഒരു കോഴ്സ് വിൻഡോസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട്. ഫുൾ സിലബസും വീഡിയോ ക്ലാസ് ആയി, PDF ആയി, ഡെയിലി ലേണിംഗ് പ്ലാൻ ആക്കി, ഡെയിലി എക്സാമുകളോടുകൂടി, ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് നേരിട്ട് കണ്ടിട്ട് സംസാരിക്കാൻ പറ്റാവുന്ന ലൈവ് ക്ലാസ്സോടുകൂടി, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ദിവസവും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ അഫോർഡബിൾ പ്രൈസിൽ 499 രൂപയ്ക്ക് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ. മറ്റൊന്ന്, നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് കിട്ടണം, സംശയങ്ങൾ ലൈവായിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ അതിനുള്ള സംവിധാനവും ഉണ്ട്. 1200 രൂപയ്ക്ക് നേരത്തെ പറഞ്ഞ എല്ലാ ഫീച്ചേഴ്സും, ഡെയിലി ലേണിംഗ് പ്ലാൻ, ഡെയിലി എക്സാംസ്, അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സസ്, ഫുൾ സബ്ജക്റ്റ് ഡേ, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, എന്തൊക്കെ 10th പ്രിലിംസ് എക്സാമിന് വരുന്ന സ്പെഷ്യൽ സബ്ജക്റ്റ്, ചരിത്രം എല്ലാം അടങ്ങിയിട്ടുള്ള ആ ലൈവ് ക്ലാസ്സുകളിൽ തന്നെ ലൈവ് ക്വിസുകൾ, മോക്ക് ടെസ്റ്റുകൾ, PDF നോട്ടുകൾ എല്ലാം അടങ്ങിയ കോഴ്സിന് 1200 രൂപ, പ്രതിമാസമാണെങ്കിൽ 150 രൂപ അടച്ചാൽ. ഇനി മൂന്നാമത്തെ ഒരു സംവിധാനമുണ്ട്, അത് നമ്മുടെ ഗോൾഡൻ ബാച്ചാണ്. അതായത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണ് എങ്കിൽ പോലും നിങ്ങൾക്കൊരു ഉന്ത് വേണം. നിങ്ങൾക്ക് ചിലപ്പോൾ മാത്സ് സംശയമുണ്ടെങ്കിൽ അത് വളരെ ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞു തരണം. അതല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നിങ്ങളോടൊപ്പം വരണം. വൊക്കാബുലറി എങ്ങനെ പഠിക്കാം നിങ്ങൾക്കൊപ്പം ഇരുന്ന് പഠിപ്പിച്ചു തരണം. അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ തീർക്കാനുള്ളത് തീർത്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്ന കൃത്യമായ മെന്ററിംഗ് ഉള്ള ഈ കോഴ്സിന് 100 പേർക്കല്ലേ എനിക്ക് സാധിക്കുള്ളൂ. അതിൽ കൂടുതൽ പറ്റില്ലല്ലോ. കുറച്ച് പഴയ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ആ 100 പേർക്ക് മാത്രമായ ഒരു ക്ലാസ്, ഒരു ബാച്ച്, നിങ്ങളെ മെന്റർ ചെയ്യുന്ന ക്ലാസ്സുകളൊക്കെ 1200 ക്ലാസ്സുകൾ തന്നെ. പക്ഷെ നിങ്ങളുടെ പിന്നാലെ നിരന്തരം നടന്ന് നിങ്ങൾക്ക് എവിടെയാണ് പ്രശ്നം എന്ന് കണ്ടെത്തി, നിങ്ങൾക്ക് മെമ്മറി ടെക്നിക്സ് അറിയില്ലെങ്കിൽ ആ മെമ്മറി ടെക്നിക്സ് പ്രാക്ടിക്കലായി പഠിപ്പിച്ചു തന്ന് ടൈം മാനേജ്മെന്റ് എങ്ങനെയാണ് നടത്തുക, സ്ഥിരം പഠനം ഒരു ശീലമാക്കി
ഒട്ടനവധി ഫീച്ചേഴ്സ് ഉള്ള ഈ കോഴ്സിലേക്ക് ചേരണമെങ്കിൽ ലിങ്ക് ഞാൻ നൽകില്ല. നിങ്ങൾ വാട്സപ്പിലേക്ക് എനിക്ക് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ച് എനിക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് പ്രവേശനം ലഭിക്കുള്ളൂ. വിളിക്കേണ്ട, എൻ്റെ നമ്പർ ഞാനിതാ നൽകുന്നു. 8075, നമ്പർ ഇതാണ്, 80759639, 8075963937 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യും. അപ്പോൾ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് 1951 ഒക്ടോബർ 25 മുതൽ 1952 ഫെബ്രുവരി 21 വരെയാണ്. ഒക്ടോബർ തുടങ്ങി ഫെബ്രുവരിയിൽ അവസാനിക്കുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പ് എത്ര ലോക്സഭാ സീറ്റുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്? 489 ലോക്സഭാ സീറ്റുകളിലേക്കാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. എത്ര ലോക്സഭാ സീറ്റുകളിലേക്ക്? 489 ലോക്സഭാ സീറ്റുകളിൽ. 1953 നിലവിൽ വന്ന സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമല്ലാതിരുന്ന വ്യക്തി ആരാണ്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം കേരളം രൂപീകരിച്ചിട്ടില്ല. അപ്പൊ കേരളത്തിൽ അന്ന് തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യമുണ്ട്. അതുപോലെ തന്നെ ഏതുമുണ്ട്? കൊച്ചി നാട്ടുരാജ്യവുമുണ്ട്. ഈ തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. അന്നും കേരളമില്ല. മലബാർ അടങ്ങുന്ന പ്രദേശങ്ങൾ അന്ന് മദ്രാസ് പ്രവിശ്യയിലാണ്. ഇതുപോലെ നാട്ടുരാജ്യങ്ങളോ പ്രവിശ്യകളോ ആണ് ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സംസ്ഥാനം. ഈ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇപ്പൊ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കണം എന്ന് ആവശ്യം ഇന്ത്യയിൽ ഉയർന്നു വരികയാണ്. ആ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആന്ധ്രാപ്രദേശിൽ പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഒരാൾ നിരാഹാര സമരം തുടങ്ങി. 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരിക്കുന്നു. അദ്ദേഹം മരിച്ചതോടുകൂടി വലിയ പ്രക്ഷോഭമാകുന്നു. അങ്ങനെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരും. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാൻ. ആ കമ്മീഷന്റെ പേര് ഫസൽ അലി കമ്മീഷൻ എന്നുകൂടിയാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന് ഫസൽ അലി കമ്മീഷൻ എന്ന് പേരുണ്ട്. കാരണം ആ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ഫസൽ അലിയാണ്. ഫസൽ അലിയെ കൂടാതെ മറ്റ് 2 അംഗങ്ങൾ കൂടി സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലുണ്ട്. അതിൽ ഒരാൾ മലയാളിയാണ്. ആ മലയാളിയുടെ പേരാണ് ആരാണ്? KM പണിക്കർ, K മാധവ പണിക്കർ. അദ്ദേഹമാണ് പഴശ്ശിരാജയെക്കുറിച്ച് കേരള സിംഹം എന്ന പുസ്തകം രചിക്കുന്നത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, KM പണിക്കർ. അതുപോലെ തന്നെ അതിൽ മറ്റൊരംഗമായിരുന്നു ഫസൽ അലിയെ കൂടാതെ ഹൃദയനാഥ് കുൻസ്രു. അപ്പൊ ഇതിൽ അംഗമല്ലാത്തതാരാ? ടി രാജഗോപാലാചാരി. അപ്പോൾ അതിന്റെ അധ്യക്ഷൻ ഫസൽ അലി, അതിൽ അംഗമായിരുന്ന മലയാളി സർദാർ KM പണിക്കർ, അത് കൂടാതെയുള്ള മറ്റൊരംഗം ഹൃദയനാഥ് കുൻസ്രു. അപ്പൊ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കണമെന്ന് തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം 1920 നാഗ്പൂർ സമ്മേളനമാണ്. 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ് എന്ത് പറയുന്നത്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപവൽക്കരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം. നാഗ്പൂരിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇന്ത്യയുടെ ഹൃദയഭാഗത്തുള്ള നഗരമാണ് നാഗ്പൂർ. ഇന്ത്യയുടെ ഹൃദയഭാഗത്തുള്ള നഗരമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലിയാണ്. മറ്റ് 2 അംഗങ്ങൾ HN കുൻസ്രുവും KM പണിക്കരുമാണ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 1956. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? 1956. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, അങ്ങനെയുള്ള 1956 നവംബർ 1 കേരളം ഉണ്ടാകുന്നത്, മലബാർ കൂടി കൂട്ടിച്ചേർത്ത്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുകയെന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? പോറ്റി ശ്രീരാമുലുവാണ്. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യവുമായി നിരാഹാര സമരം നടത്തിയ സ്വാതന്ത്ര്യ സമര സേനാനി പോറ്റി ശ്രീരാമുലു. 58 ദിവസത്തെ നിരാഹാരത്തിന് ശേഷം അദ്ദേഹം മരണമടയുന്നു. തെലുങ്ക് അതിനോട് ശേഷം ഈ ഭാഷാ പ്രക്ഷോഭം ശക്തമാകുന്നു. തെലുങ്ക് സംസാരിക്കുന്നവർക്കായി ആന്ധ്ര സംസ്ഥാനം അങ്ങനെ 1953 രൂപവൽക്കരിക്കപ്പെടുന്നു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വരുന്നത് 1953. അങ്ങനെ 1956 ഇന്ത്യൻ സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം എത്ര സംസ്ഥാനങ്ങൾ? 14 സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങൾ? 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും നിലവിൽ വരും.
അതായത് 1956 സംസ്ഥാന പുനഃസംഘടനാ നിയമപ്രകാരം നിലവിൽ വരുന്നത് 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ്. പിന്നീട് നിലവിൽ ഇപ്പോൾ 14 സംസ്ഥാനങ്ങൾ എന്നുള്ളതിന് പകരം നിലവിൽ 28 സംസ്ഥാനങ്ങളുണ്ട്. 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് പകരം 8 ഭരണ പ്രദേശങ്ങളുമുണ്ട്. ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറിയുമുണ്ട്. ഇപ്പോൾ 28 സംസ്ഥാനം, 8 കേന്ദ്രഭരണ പ്രദേശം, ഒരു സ്റ്റേറ്റ് ക്യാപിറ്റൽ ടെറിട്ടറി. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം ഇവരിൽ ആരായിരുന്നു? ഈ പറയുന്നവരിൽ ആരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗം? നമ്മൾ നേരത്തെ പഠിച്ചു, KM പണിക്കരുണ്ട്, അതന്നെ ഇവിടെ ഉത്തരം അല്ലേ. പിന്നെ രണ്ടാളാരാണ്? HN കുൻസ്രു ആണ്, ഹൃദയനാഥ് കുൻസ്രു ആണ്. മറ്റാളാരാണ്? അതിന്റെ കമ്മീഷനായിട്ടുള്ള ഫസൽ അലി. അവർ രണ്ടാളുടെയും പേര് തന്നിട്ടില്ല, അതുകൊണ്ട് KM പണിക്കരാണ്. ഈ കാവാലം മാധവ പണിക്കർ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനാ സമിതിയിലെ മലയാളിയാണ്. തിരുവിതാംകൂറിലാണ് ജനനം. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. സാഹിത്യകാരൻ, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു കേട്ടോ. സാഹിത്യകാരൻ, ചരിത്രകാരൻ, അധ്യാപകൻ, നയതന്ത്രജ്ഞൻ എന്നിവയിലൊക്കെ പ്രസിദ്ധമാണ്. ഇനി ഇന്ത്യയിലെ സാമ്പത്തിക മുന്നേറ്റങ്ങളെ കുറിച്ച് പറയാം. ഇന്ത്യയിലെ സാമ്പത്തിക മുന്നേറ്റങ്ങൾ, ഇന്ത്യ സ്വീകരിച്ചത് ഒരു മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയല്ല, ഒരു സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥയല്ല, മറിച്ച് എന്താണ്? മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. മുതലാളിത്ത സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥകളുടെ സമന്വയമായ മിശ്ര സമ്പൽ വ്യവസ്ഥയാണ് ഇന്ത്യ സ്വീകരിച്ചത്. 1990 പിന്നീട് ഈ മിശ്ര സമ്പൽ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിലേക്ക് പരിണാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ ഈ മിശ്ര സമ്പൽ വ്യവസ്ഥയിൽ നമ്മൾ സ്വീകരിച്ചതാണ് ഒരു സോഷ്യലിസ്റ്റ് ആശയമാണ് സാമ്പത്തിക ആസൂത്രണം. അത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. സോവിയറ്റ് യൂണിയൻ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമാണെന്ന് ഇന്നില്ല. ഇപ്പോഴത്തെ റഷ്യ, ആ റഷ്യയുടെ പൂർവ്വരൂപം, മറ്റു കുറേ രാജ്യങ്ങൾ കൂടി ചേർന്ന് ആ സാമ്പത്തിക ആസൂത്രണം എന്ന ആശയം കടം കൊണ്ടത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തെരഞ്ഞെടുക്കുക. ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും ചർച്ച ചെയ്ത കോൺഗ്രസ് സമ്മേളനം നടന്നത് 1931 ലക്നൌവിലാണ്. ഒരു ചോദ്യമാണ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓക്കെ, ശരിയായവയാണ്. ഇന്ത്യയിൽ ആദ്യമായൊരു ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വരുന്നത് 1938 അത് ശരിയാണ്. അപ്പോൾ 1 തെറ്റും 2 ശരിയുമാണ് എന്ന് വിചാരിക്കുന്ന ഒരാൾക്ക് നോക്കൂ, 1 തെറ്റാണ്, ഇവിടെ ഒന്നില്ല, ഇവിടെ ഒന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇനിയാവാം. ഈ രണ്ടെണ്ണത്തിൽ ബിയും ഡിയും വരാൻ പറ്റും. അപ്പോൾ 1958 ഇന്ത്യയിൽ ആദ്യമായി ഒരു ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വരുന്നത്. ഓക്കെ, ആസൂത്രണ കമ്മീഷനിലോട്ടാ ദേശീയ ആസൂത്രണ സമിതി. ദേശീയ ആസൂത്രണ സമിതിക്ക് നേതൃത്വം കൊടുത്തത് MN റോയ് ആയിരുന്നു. തെറ്റാണ്. 1938 ദേശീയ ആസൂത്രണ സമിതിക്ക് നേതൃത്വം കൊടുക്കുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി 1944 ഒരു സംഘം വ്യവസായികൾ തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. അതും ശരിയാണ്. അതുകൊണ്ട് ഇവിടെ 2ഉം 4ഉമാണ് ശരി. 1948 ഒരു ദേശീയ ആസൂത്രണ സമിതി നിലവിൽ വന്നിട്ടുണ്ട്. 1944 ഒരു ബോംബെ പ്ലാനും വന്നിട്ടുണ്ട്. 3 തരത്തിലുള്ള പ്ലാനാണ്. 1944 ഒരു സംഘം ബോംബെയിലെ വ്യവസായികളുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബോംബെ പ്ലാൻ, നാരായൺ അഗർവാളിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗാന്ധിയൻ പ്ലാൻ. നാരായൺ അഗർവാൾ, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? നാരായൺ അഗർവാളിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഗാന്ധിയൻ പ്ലാൻ. മറ്റൊന്നാണ് KN റോയിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ജനകീയ പദ്ധതി അഥവാ പീപ്പിൾസ് പ്ലാൻ. ജനകീയ പദ്ധതി ഇതാണ് വന്നുള്ളത്. അപ്പോൾ ബോംബെ പ്ലാൻ, KM റോയി ജനകീയ പദ്ധതി, അതുപോലെ തന്നെ നാരായൺ അഗർവാളിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കുന്ന ഗാന്ധിയൻ പ്ലാൻ. അപ്പോൾ ഇവിടെ 2ഉം 4ഉമാണ് ശരി. അതുകൊണ്ട് ആൻസർ D ആണ് കറക്റ്റ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം, ഇന്ത്യനെ ബ്രിട്ടീഷുകാർ ഉപേക്ഷിച്ച് പോകുന്നത് ആകെ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി സ്വാതന്ത്ര്യത്തിന് മുമ്പേ തന്നെ ഒരുപാട് പദ്ധതികൾ വന്നിട്ടുണ്ട്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എങ്ങനെയാവണമെന്ന്. അതിലേറ്റവും വളരെ പ്രധാനപ്പെട്ടതാണ് 1938 രൂപീകരിച്ച ദേശീയ ആസൂത്രണ സമിതി. അതിന് നേതൃത്വം നൽകിയത് നെഹ്റുവാണ് കേട്ടോ. ദേശീയ ആസൂത്രണ സമിതി 1944 ഒരു സംഘം വ്യവസായികൾ തയ്യാറാക്കിയ ബോംബെ പദ്ധതി, MN റോയ് ആവിഷ്കരിച്ച ജനകീയ പദ്ധതി. ഇത് കൂടാതെ നിങ്ങൾ ഓർക്കേണ്ടതാണ് 1948 വ്യാവസായിക നയ പ്രഖ്യാപനം. അപ്പൊ ഇന്ത്യയുടെ
സാമ്പത്തിക മുന്നേറ്റം ലക്ഷ്യമാക്കി. 1938 ദേശീയ ആസൂത്രണ സമിതിയാണ്, ദേശീയ ആസൂത്രണ കമ്മീഷൻ തീരെ വരുന്നുണ്ട്. അത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം. ഇത് ദേശീയ ആസൂത്രണ സമിതി, നെഹ്റു തന്നെ. 44 ബോംബെ പ്ലാൻ, ഒരു സംഘം വ്യാപാരികൾ ബോംബെയിലെ. അതുകൂടാതെ MN റോയിയുടെ ജനകീയ പദ്ധതി. അതുകൂടാതെ 1948 വ്യാവസായിക നയപ്രഖ്യാപനം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വരുന്നത് 1950-കളിലാണ്. അതുകൊണ്ടുപോയിട്ട് 1938 എന്ന് എഴുതരുത്, അത് ദേശീയ ആസൂത്രണ സമിതിയാണ്. ആ ദേശീയ ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. സോവിയറ്റ് യൂണിയന്റെ മാതൃകയിലാണ് ഒരു കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം നടപ്പിലാക്കാനായി തീരുമാനിച്ചത്. അങ്ങനെയുള്ളതാണ് ആസൂത്രണ കമ്മീഷൻ. അപ്പം അത് എവിടെ നിന്നാണ് കടമെടുത്തത്? ഈ കേന്ദ്രീകൃത സാമ്പത്തിക ആസൂത്രണം സോവിയറ്റ് യൂണിയൻ. എന്നാണ് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത്? ഇമ്പോർട്ടൻ്റ് ആണ്. 1950 മാർച്ച് 15-നാണ്. അതിന്റെ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആണ്. കാരണം പ്രധാനമന്ത്രിയാണ് അതിന്റെ അധ്യക്ഷൻ. ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യത്തെ ഉപാധ്യക്ഷനെ ഓർത്തു വെക്കണേ, ഗുൽസാരിലാൽ നന്ദയാണ്. പക്ഷെ 1938 ദേശീയ ആസൂത്രണ സമിതിയാണ്, കമ്മീഷനല്ല. ഈ ദേശീയ ആസൂത്രണ സമിതിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ചെയർമാനും ഗുൽസാരിലാൽ നന്ദ വൈസ് ചെയർമാനുമായിരുന്നു. ആരായിരുന്നു വൈസ് ചെയർമാൻ? ഗുൽസാരിലാൽ നന്ദ. മറ്റ് 2 അംഗങ്ങളെ കൂടി ഓർത്തു വെക്കണേ, TT കൃഷ്ണമാചാരി, CD ദേശ്മുഖ്. TT കൃഷ്ണമാചാരിയും CD ദേശ്മുഖും ഇതിൽ അംഗങ്ങളായി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ആസൂത്രണ കമ്മീഷൻ നടപ്പിലാക്കിയ പദ്ധതികളാണ് പഞ്ചവത്സര പദ്ധതികൾ. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിക്കുന്നത് 1951-ലാണ്. ആദ്യത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951-ലാണ്. ഈ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഇന്ത്യയിൽ വരുന്നുണ്ട്. അത് വ്യത്യസ്ത രാജ്യങ്ങളുടെ സഹായത്തോടെയാണ്. ഇതും PSCക്ക് ചോദിക്കാറുണ്ട് അല്ലെ? ഇതിനൊക്കെ PSCക്ക് ചോദിക്കാറുണ്ട്. അതിൽ ബീലായി ബൊക്കാറോ സോവിയറ്റ് യൂണിയനാണ് സഹായം നൽകിയത്. റൂർക്കേല ജർമ്മനിയും ദുർഗാപൂർ ബ്രിട്ടനുമാണ്. ബീലായ് ബൊക്കേറ സ്റ്റീൽ പ്ലാന്റുകൾ സോവിയറ്റ് യൂണിയനാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകളായ റൂർക്കേല ജർമ്മനിയും ദുർഗാപൂർ ബ്രിട്ടനുമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 2015 ജനുവരി 1 ആസൂത്രണ കമ്മീഷൻ അവസാനിക്കുകയും നീതി ആയോഗ് അതിന് പകരം നിലവിൽ വരികയും ചെയ്തു. NITE, നീതി ആയോഗ്. ഓക്കെ, എന്നാണത്? 2015 ജനുവരി 1. ഓർത്തു പോകണം. നീതി ആയോഗ് നിലവിൽ വരുന്നു, ആസൂത്രണ കമ്മീഷൻ അവസാനിക്കും. ബക്രാനങ്കൽ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി സത്ലജ് നദിയാണ്. ബക്രാനങ്കൽ നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി. ബക്രാനങ്കൽ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബക്രാനങ്കൽ അണക്കെട്ട്, ബക്രാനങ്കൽ പദ്ധതി. ബക്രാനങ്കലിന്റെ ഉയരം 680 ഫീറ്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ബക്രാനങ്കൽ പദ്ധതിയാണ്. ബക്രാനങ്കലിന്റെ ഉയരം എന്ന് പറയുന്നത് 680 ഫീറ്റാണ്. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ചീഫ് എഞ്ചിനീയർ ആയ വ്യക്തി ഹാർവി സ്ലോഗമാണ്, അമേരിക്ക. ബക്രാനങ്കൽ അണക്കെട്ടിന്റെ ചീഫ് എഞ്ചിനീയർ ആയ വ്യക്തി ആരാണ്? ഹാർവി സ്ലോഗം, അമേരിക്ക. ബക്രാനങ്കലിന്റെ ചീഫ് എഞ്ചിനീയർ ആയ ഹാർവി സ്ലോഗം നിയമിതനായ വർഷം 1952. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ട് ഗ്രാൻഡ് കൗലിയ. കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം തുടങ്ങി ലക്ഷ്യങ്ങളോടെ ദേശീയ തലത്തിൽ 55 പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ദേശീയ തലത്തിൽ എത്ര പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്? 55 പദ്ധതികൾക്ക്. 1952 ഒക്ടോബർ 2 55 പദ്ധതികൾ തുടക്കം കുറിക്കുന്നത്. 1952 ഒക്ടോബർ 2 കാർഷിക പുരോഗതി, കന്നുകാലി സംരക്ഷണം, ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം. 1948 അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? 1948 അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ ഹോമി ജെ ഭാഭയാണ്. ആരാണ് 1948 അറ്റോമിക് എനർജി കമ്മീഷന്റെ അധ്യക്ഷൻ? ഹോമി ജെ ഭാഭ. ശാസ്ത്ര സാങ്കേതിക നേട്ടങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത്. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ഹോമി ജഹാംഗീറും SN ഭട്നാഗറുമാണ്. ശാസ്ത്ര സാങ്കേതിക വ്യാവസായിക ഗവേഷണ സമിതിയുടെ പദ്ധതികൾക്ക് നേതൃത്വം നൽകിയത് ആരെല്ലാമാണ്? ഹോമി ജഹാംഗീർ ഭാഭയും
SN ഭട്നാഗറുമാണ്. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയ ശാസ്ത്ര സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? മറന്നുപോകണ്ട, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച്, ഇന്ത്യൻ ആണവോർജ കമ്മീഷൻ. ഹോമി ജഹാംഗീർ ബാബ നേതൃത്വം നൽകിയത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ചിനും ഇന്ത്യൻ ആണവോർജ കമ്മീഷനുമാണ്. ഇന്ത്യയിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ഒന്ന് ഓർത്തുവെച്ചോളൂ. ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി CSR, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി ICAR, അതും ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ICMR, അതും ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിലവിൽ വന്ന ഗവേഷണ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ്? ശാസ്ത്ര വ്യാവസായിക ഗവേഷണ സമിതി CSR, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ കാർഷിക ഗവേഷണ സമിതി ICAR, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ സമിതി ICMR, ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. 1975 ആര്യഭട്ട വിക്ഷേപിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് പറയുന്നത് ആര്യഭട്ടയാണ്. ഇന്ത്യയും ബഹിരാകാശ ഗവേഷണവും എടുത്താൽ ആദ്യം വരുന്നത് ISRO അല്ല. 1962 എന്ത് നിലവിൽ വരുന്നത്? ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വരുന്നത്. 1962 ബഹിരാകാശ ഗവേഷണ സമിതി ജവഹർലാൽ നെഹ്റുവിൻ്റെയും വിക്രം സാരാഭായിയുടെയും ശ്രമഫലമായിട്ടാണ് വരുന്നത്. 1969 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനം അഥവാ ISRO രൂപീകൃതമാകുന്നത്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ അഥവാ ISRO രൂപീകൃതമാകുന്നത് 1969. അതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂരിൽ അന്തരീക്ഷ ഭവനാണ് ISROയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലാണ്, തുമ്പയിലാണ്. വിക്രം സാരാഭായ് സ്പേസ് സെന്റർ ആണ് തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഏക വികസ്വര രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഉപഗ്രഹങ്ങൾ നിർമ്മിക്കാനും വിക്ഷേപിക്കാനും കഴിയുന്ന ഏക വികസ്വര രാഷ്ട്രം എന്ന് പറയുന്നത് ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ടയാണ്. 1975 ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം ആര്യഭട്ട. 1975. ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഏജൻസികൾ നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമാണ്. ഏതെല്ലാമാണ് ഇന്ത്യയിൽ ഉപഗ്രഹങ്ങൾ വികസിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയ ഏജൻസികൾ? നാഷണൽ റിമോട്ട് സെൻസിംഗ് ഏജൻസിയും ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയുമാണ്. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ ഏതെല്ലാമാണ്? അത് അഗ്നിയും പൃഥ്വിയുമാണ്. ഇന്ത്യ വികസിപ്പിച്ച മിസൈലുകൾ എന്ന് പറയുന്നത് അഗ്നിയും പൃഥ്വിയുമാണ്. ഇന്ത്യയിൽ ആണവ രംഗത്ത് പരീക്ഷണങ്ങൾക്ക് നേതൃത്വം നൽകിയവർ ആരാണ്? ഡോക്ടർ രാജരാമണ്ണയും ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ് ഇന്ത്യയിൽ ആണവ രംഗത്തെ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയത്. ഇന്ത്യയിൽ ആണവ രംഗത്തെ പരീക്ഷണത്തിന് നേതൃത്വം നൽകിയവർ ആരെല്ലാമാണ്? ഡോക്ടർ രാജരാമണ്ണയും ഡോക്ടർ APJ അബ്ദുൽ കലാമുമാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആണവ നിലയം താരാപൂരാണ്, മഹാരാഷ്ട്ര. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ, ഇന്ത്യയിലെ മാത്രമല്ല ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആണവ നിലയമാണ് താരാപൂർ, മഹാരാഷ്ട്ര. ഇന്ത്യ ആദ്യമായി ആറ്റം ബോംബ് പരീക്ഷണം നടത്തിയ വർഷമേതാണ്? 1974 പൊക്രാനിൽ, രാജസ്ഥാനിലാണ്. ബുദ്ധൻ ചിരിക്കുന്നു എന്നതായിരുന്നു അതിൻ്റെ കോഡ്. ഇന്ത്യ ആദ്യമായി ആറ്റം ബോംബ് പരീക്ഷണം നടത്തിയ വർഷം 1974 പൊക്രാനിലാണ്, രാജസ്ഥാനിലാണ്. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യം ആദ്യത്തേത് ചന്ദ്രയാൻ 1 ആണല്ലേ. 2008 ഒക്ടോബർ 22 അത് വിക്ഷേപിക്കപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം എന്ന് പറയുന്നത് ചന്ദ്രയാനാണ്. 2008 ഒക്ടോബർ 22 അത് വിക്ഷേപിക്കപ്പെടുന്നത്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസീസ്, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പം ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ സ്വന്തം പേടകം എത്തിക്കുന്ന രാജ്യമായി ഇന്ത്യ മാറി. ഏതൊക്കെയാ മറ്റത്? അമേരിക്ക, റഷ്യ, യൂറോപ്യൻ സ്പേസ് ഏജൻസി, ചൈന, ജപ്പാൻ. ചന്ദ്രയാനാണ് ആ പദ്ധതിയുടെ പേര്. 2008 ഒക്ടോബർ 22 ആദ്യത്തെ ചന്ദ്രയാൻ ദൗത്യം. ഇന്ത്യൻ ബഹിരാകാശ വകുപ്പിന്റെ ചൊവ്വ ദൗത്യമുണ്ട്. അത് മംഗൾയാനാണ്. 5 വർഷം കഴിഞ്ഞതിന് ശേഷം 2013 നവംബർ 5 മംഗൾയാൻ. ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ എത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി മംഗൾയാനാണ്. മംഗൾയാനാണ് ഭൂമിയിൽ നിന്നും ഏറ്റവും അകലത്തെത്തിയ ഇന്ത്യൻ നിർമ്മിത പേടകം എന്ന ഖ്യാതി. ആദ്യ ഉദ്യമത്തിൽ തന്നെ
ചൊവ്വാ ദൗത്യം വിജയിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ രാജ്യമാണ് ഇന്ത്യ. അത് മംഗൾയാനാണ്. 2013 നവംബർ 5-നാണ്. ലോകത്ത് ആദ്യമായി വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ്. ലോകത്ത് ആദ്യമായി വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഒരു കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. അത് എജുസാറ്റ് ആണ്. 2004 സെപ്റ്റംബർ 20-നാണ് അത് വിക്ഷേപിക്കപ്പെടുന്നത്. എജുസാറ്റ് 2004 സെപ്റ്റംബർ 20. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാമാണ്. ആരാണ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഡോക്ടർ APJ അബ്ദുൽ കലാം. നമുക്കറിയാം, ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് 11ആണ്. അദ്ദേഹം 11ാമത്തെ രാഷ്ട്രപതി കൂടിയാണ്. ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതിയാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യയാണ്. വിക്രം സാരാഭായിനെ ഓർക്കുമ്പോൾ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ആണവ ശാസ്ത്ര മേഖലയിലും ബഹിരാകാശ ശാസ്ത്ര മേഖലയിലും ഒരുപോലെ സംഭാവന നൽകിയ ശാസ്ത്രജ്ഞൻ. ആണവ ശാസ്ത്രത്തിലും ബഹിരാകാശ ശാസ്ത്രത്തിലും. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം, അഹമ്മദാബാദിലെ ഉപഗ്രഹ വാർത്താവിനിമയ കേന്ദ്രം, ഇത് രണ്ടും അദ്ദേഹം സ്ഥാപിച്ചതാണ്. തുമ്പ റോക്കറ്റ് വിക്ഷേപ കേന്ദ്രം പിന്നീട് വിക്രം സാരാഭായിയുടെ ഓർമ്മയ്ക്കായി വിക്രം സാരാഭായ് സ്പേസ് സെന്റർ VSSC എന്ന് പേര് നൽകി. ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മിസൈൽ മാൻ ആണ്. അതിൽ നിന്ന് ഇന്ത്യയുടെ 11ാമത്തെ രാഷ്ട്രപതി എന്ന് വായിക്കാം. ISROയുടെ ചുമതല വഹിച്ച കലാം ബഹിരാകാശ ഉപഗ്രഹ വിക്ഷേപണ വാഹിനികൾ SLV-3യും PSLVയും വികസിപ്പിച്ചു. സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ, പോളാർ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ എന്നിവ വികസിപ്പിച്ചു. ഇന്ത്യയിൽ മിസൈൽ സാങ്കേതിക വിദ്യയുടെ പിതാവ് ഇദ്ദേഹമാണ്. ആണവരംഗത്തിന്റെ പിതാവ് ആരാണ്? ആണവരംഗത്തെ പിതാവ് അത് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് വിക്രം സാരാഭായ് ആണെങ്കിൽ മറ്റത് രാജ രാമണ്ണയാണ് എന്നോർക്കുക. മിസൈൽ വരുമ്പോൾ APJ അബ്ദുൽ കലാമാണ്. ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ്. അദ്ദേഹം ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബ്ദുൽ കലാമിന്റെ ജന്മദിനമാണ്. ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ്? ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ടത് ഡോക്ടർ CS കോത്താരിയാണ്. ആരാണ്? ഡോക്ടർ CS കോത്താരിയാണ്. ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് എന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ പറഞ്ഞു, മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. മൗലാന അബ്ദുൽ കലാമിന്റെ ജന്മദിനമായ നവംബർ 11. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് പറയുന്നത് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ്. ഏതാണത്? ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ ആണ് സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയത്. 1948 സർവകലാശാല വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നത്. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ ശുപാർശ ചെയ്തതും ഈ കമ്മീഷനാണ്. UGC റെക്കമെൻഡ് ചെയ്തത് കമ്മീഷൻ ഏതാണ്? ഈ കമ്മീഷനാണ്, രാധാകൃഷ്ണൻ കമ്മീഷനാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറഞ്ഞു. സ്ത്രീ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി. UGC രൂപീകരണം. ഇതൊക്കെ രാധാകൃഷ്ണൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. സർവകലാശാല വിദ്യാഭ്യാസം. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയിലുള്ള പഠനത്തെക്കുറിച്ച് ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952. ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷൻ 1952 അത് സെക്കൻഡറി വിദ്യാഭ്യാസം. ത്രിഭാഷാ പദ്ധതി ഏതിന്റെ ഭാഗമായാണ്? മുതലിയാർ കമ്മീഷന്റെ ഭാഗമായാണ്. സെക്കൻഡറി തലത്തിൽ വിദ്യാഭ്യാസ കമ്മീഷൻ. വിവിധോദ്ദേശ സ്കൂളുകൾ, അധ്യാപക പരിശീലന സമിതി. UGC രാധാകൃഷ്ണൻ കമ്മീഷൻ ആണെങ്കിൽ അധ്യാപക പരിശീലന സമിതി ആരാണ്? മുതലിയാർ കമ്മീഷനാണ്. അടുത്തൊരു കമ്മീഷനാണ് ഡോക്ടർ DS കോത്താരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞാൽ DS കോത്താരി. വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെക്കുറിച്ചുള്ള നിർദ്ദേശം 10+2+3 മാതൃകയിൽ ഇന്നത്തെ വിദ്യാഭ്യാസ പദ്ധതി അത് മാറാൻ പോവുകയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ 10+2+3 കോത്താരി കമ്മീഷനാണ്. സെക്കൻഡറി തലത്തിൽ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം,
മൂല്യവിദ്യാഭ്യാസം. ഇതെല്ലാം കോത്താരി കമ്മീഷനാണ്. ദേശീയ വിദ്യാഭ്യാസ നയം 1986 പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക. നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE 1986 പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും സ്കൂളുകളുടെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്താനും സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കാനും യൂണിവേഴ്സലാക്കാനും സ്കൂളിലെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും നടപ്പിലാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ ഫോർവേഡ് ബ്ലോക്ക്. 1986 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ് നവോദയ വിദ്യാലയങ്ങൾ രൂപീകൃതമാകുന്നത്. നവോദയ വിദ്യാലയങ്ങൾ രൂപീകൃതമാകുന്നത് 1986 ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരമാണ്. പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്നത് പ്രൈമറി തലത്തിൽ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ചത്. അതേസമയം രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ സെക്കൻഡറി ഹയർ സെക്കൻഡറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാൻ പ്രൈമറി തലത്തിലെ വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ്. സാംസ്കാരിക നേട്ടങ്ങൾ അവിടേക്കൊന്ന് പോകണ്ടേ. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. 1979 ന്യൂഡൽഹിയിൽ. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് 1979 ന്യൂഡൽഹി. ഇന്ത്യക്ക് അകത്തും പുറത്തും സാംസ്കാരിക മുന്നേറ്റത്തിന്റെ പ്രോത്സാഹനം ലക്ഷ്യമാക്കി രൂപം കൊണ്ട സ്ഥാപനങ്ങളാണ് സംഗീത നാടക അക്കാദമി. അത് ഡൽഹിയിൽ തന്നെയാണ് ആസ്ഥാനം. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക്. ദ നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ് ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു അതിൻ്റെ ആദ്യത്തെ പേര്. ഇപ്പൊ സംഗീത നാടക അക്കാദമിയാണ്. സംഗീതത്തിന്റെയും നാടകത്തിന്റെയും പ്രോത്സാഹനം. ലളിത കലാ അക്കാദമി. ഇന്ത്യക്ക് അകത്തും പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചരണം. ലളിത കലാ അക്കാദമി ന്യൂഡൽഹിയിൽ തന്നെയാണ്. സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് ലക്ഷ്യം. സാഹിത്യ അക്കാദമി. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ അത് ന്യൂഡൽഹിയിലാണ്. സംഗീത നാടക അക്കാദമിയുടെ കീഴിൽ സ്ഥാപിതമായതാണ്. സംഗീത നാടക അക്കാദമി നമ്മൾ നേരത്തെ കേട്ടല്ലോ. അതിന് കീഴിൽ സ്ഥാപിതമായതാണ് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. സ്കൂൾ ഓഫ് ഡ്രാമ എല്ലാ വർഷവും നാടകമേള നടത്തുന്നു. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ന്യൂഡൽഹിയാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എവിടെയാണ്? ന്യൂഡൽഹിയാണ്. കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവാണ് പഞ്ചശീല തത്വം. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങൾ ഓർത്തിരിക്കണം. ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് തന്നെയാണ് ടെക്സ്റ്റ് ബുക്കിലും, അതുകൊണ്ട് അത് ചോദ്യത്തിൽ വരാൻ സാധ്യതയുണ്ട്. സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, അതാണ് വിദേശ നയത്തിന്റെ ഒരു പ്രധാനത്. സാമ്രാജ്യത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്. വംശീയവാദത്തോടുള്ള വിദ്വേഷം. വംശീയവാദം അനുവദിക്കില്ല. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം. സമാധാനപരമായ സഹവർത്തിത്വം. പഞ്ചശീല തത്വങ്ങൾ. വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. അപ്പൊ ഏതെല്ലാമാണ് ഇന്ത്യൻ വിദേശ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ? സാമ്രാജ്യത്വത്തോടും കൊളോണിയൽ വ്യവസ്ഥയോടുമുള്ള എതിർപ്പ്, വംശീയവാദത്തോടുള്ള വിദ്വേഷം, ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം, സമാധാനപരമായ സഹവർത്തിത്വം, പഞ്ചശീല തത്വങ്ങൾ, വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ, ചേരിചേരായ്മ. എന്താണ് ഈ പഞ്ചശീല തത്വങ്ങൾ? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. 1954 ചൈന ഇന്ത്യയുമായി തർക്കമുണ്ടായപ്പോൾ, അതിർത്തി തർക്കമുണ്ടായപ്പോൾ നമ്മൾ ഒപ്പിട്ട കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അതിൽ ഒപ്പുവെച്ചത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ചൗ എൻ ലായിയുമാണ്. ഒപ്പുവെച്ചത് നെഹ്റുവും ചൗ എൻ ലായിയുമാണ്. അന്താരാഷ്ട്ര പ്രശ്നങ്ങളിൽ സ്ഥിരമായി ഒരു ചേരിയോടൊപ്പം നിൽക്കാതെ പ്രശ്നത്തിന്റെ ശരിതെറ്റുകൾ വിലയിരുത്തി നിലപാടെടുക്കുകയെന്ന ഇന്ത്യയുടെ സമീപനമാണ് ചേരിചേരായ്മ എന്നറിയപ്പെടുന്നത്. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ പ്രധാനമായും ലോകത്ത് രണ്ട് ശക്തികളുണ്ട്. ഒന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളും മറ്റൊന്ന് സോവിയറ്റ് റഷ്യയുടെ നേതൃത്വത്തിലുള്ള സോഷ്യലിസ്റ്റ് രാജ്യങ്ങളും.
ഈ രണ്ടെണ്ണത്തിലും പെടാതെ ശരിയുടെ ഭാഗത്ത് നിൽക്കുക എന്നുള്ളത് വിലയിരുത്തിയെടുക്കുന്ന തീരുമാനമാണ് ശരി ചേരായ്മ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു. ഇനി വീണ്ടും കൂടുതൽ ക്ലാസ്സുകളുമായി നാളെ കാണാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ അവസാനം വരെ കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് പറയുക. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.